ഹലോ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്നല്ലേ? ഇപ്പോൾ രാത്രി 8:30 ആയി കേട്ടോ. നമ്മളൊന്ന് ഒരു നൈറ്റ് ഡ്രൈവിന് പോവാണ്. ഞാനും ഹസ്ബൻഡും മാത്രമേ പോകുന്നുള്ളൂ. കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പിന്നെ ഒന്ന് നമ്മുടെ കടവന്ത്ര പനമ്പള്ളി റോഡൊക്കെ ഒന്ന് കറങ്ങണം. നൈറ്റ് ഇവിടെ ലൈറ്റ്സ് എല്ലായിടത്തും ലൈറ്റ്സ് ഒക്കെ ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് കരുതിയിട്ട് ഇറങ്ങുവാണ് കേട്ടോ. പോയിട്ട് വന്നിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കാണിച്ചു തരാം. പിന്നെ പോകുന്ന വഴി ഞാൻ കുറച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ബൈ. ഞങ്ങൾ ആദ്യം തന്നെ പോയത് വീട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ 9 മണി കഴിഞ്ഞിട്ടുണ്ടായി. അപ്പം നമ്മൾ വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചില്ലെങ്കിൽ തിരിച്ചു വരുമ്പോഴത്തേനും കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴത്തേനും കട അടച്ചു പോകൂലേ. അപ്പം പിറ്റേ ദിവസത്തിന് പാലും ചപ്പാത്തിയും ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ അത് തന്നെ വാങ്ങിച്ചു. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മുടെ പനമ്പള്ളി നഗറിലുള്ള ഫ്രൂട്ട്സ് കടയിൽ വന്നു. ഈ ചേട്ടൻ്റെ നമ്മൾ സ്ഥിരമായിട്ട് ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചത് ഓറഞ്ചും വാങ്ങിച്ചു, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടുമാണ് നമ്മൾ ഇവിടുന്ന് വാങ്ങിച്ചത്. അപ്പോൾ അവിടെ നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ, സ്ട്രോബെറി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ രാവിലെ എനിക്ക് നല്ല സ്ട്രോബെറി മറ്റേ വട്ടവടയിൽ നിന്ന് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു ചേട്ടനുണ്ടായിരുന്നു. ആളുടെ ഇത് ഞാൻ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കത് നല്ല ലാഭത്തിലും കിട്ടി കേട്ടോ. നല്ല ഫ്രഷ് സ്ട്രോബെറി ആയിരുന്നു. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എടുത്തപ്പോൾ ഉണ്ടല്ലോ, അത് വൈറ്റ് കളർ തന്നെ വേണം ഉള്ളിൽ, മറ്റേ പിങ്ക് ആണെന്നുണ്ടെങ്കിൽ മോള് കഴിക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടന് തന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു അത് പിങ്ക് ആണോ വൈറ്റ് ആണോ എന്നുള്ളത്. പിന്നെ പുള്ളി അത് വൈറ്റാണ് കുഴപ്പമില്ല എടുത്തോ എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് എടുത്തതാണ്. പിന്നെ സ്ട്രോബെറി എനിക്ക് വില കുറഞ്ഞ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ചേട്ടൻ അത് എവിടുന്നാണ് കിട്ടിയത്, എങ്ങനെയാണ് കിട്ടിയതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തു. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും ഫ്രൂട്ട്സിന് എന്തെങ്കിലും കേടോ എന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പിറ്റേ ദിവസം കാണിച്ച് കഴിഞ്ഞാൽ ചേട്ടൻ എനിക്കത് മാറ്റി തരാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് സ്ഥിരമായിട്ട് തന്നെ വാങ്ങിക്കുന്നത്. അങ്ങനെ ചേട്ടൻ്റെ പൈസയും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾക്ക് ആദ്യം തന്നെ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഈ സാധനങ്ങളും വെച്ചിട്ട് കറങ്ങാൻ പോകണോ അതോ സാധനങ്ങൾ കൊണ്ടുപോയി ഫ്ലാറ്റിൽ വെച്ചിട്ട് പോകണോ എന്നുള്ളത്. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു വേണ്ട സാധനങ്ങളുമായിട്ട് തന്നെ പോയേക്കാം, അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പനമ്പള്ളി നഗർ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ എത്തി നിൽക്കുന്നത് തോപ്പുംപടി പാലത്തിലാണ് കേട്ടോ. തോപ്പുംപടി പുതിയ പാലത്തിൽ കൂടെയാണ് ഇപ്പം പോകുന്നത്. അപ്പുറേ കണ്ടില്ലേ പഴയ പാലം. ഈ ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ടുണ്ടല്ലോ, എന്ത് ഭംഗിയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അല്ലേ എനിക്ക് മനസ്സിലാവുന്ന പോലെ അല്ലേ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യുന്ന പോലെ തന്നെയാണോ ഫുള്ളായിട്ട് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല ഈ വീഡിയോയിൽ. പക്ഷേ 2 പാലവും ഫുൾ ലൈറ്റ്സ് ഇട്ടിട്ട് ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഒട്ടും ഗ്യാപ്പില്ലാതെ കണ്ടില്ലേ എന്ത് ഭംഗിയായിട്ടാണ്. അവിടുന്ന് ഞങ്ങൾ ചുറ്റി പഴയ പാലത്തിൽ വന്ന് കയറി. പഴയ പാലമാണെങ്കിൽ ഞാൻ വിചാരിച്ച ആദ്യം പുതിയ പാലമായിരിക്കും കൂടുതൽ ഭംഗിയെന്ന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് പുതിയ പാലത്തിനേക്കാളും ഭംഗിയാണ് പഴയ പാലം കാണാൻ എന്നുള്ളത്. അതേപോലെ ആ വണ്ടികളുടെ ലൈറ്റ്സും പിന്നെ ഈ ലൈറ്റ് ഇങ്ങനെ ഇട്ടിരിക്കുന്ന കാണാൻ തന്നെ എല്ലാം 2 ഒരേ കളറാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് കാണുന്നത് പുതിയ പാലമാണ് കേട്ടോ. ഇങ്ങനെ എല്ലാ വർഷവും ലൈറ്റ് ഇടാറുണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ. എൻ്റെ ലൈഫിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതും ഇപ്പോൾ ഒരു സമയം ഓൾമോസ്റ്റ് 10 മണി ആയിട്ടുണ്ടാവും. നോക്ക്, അതിൻ്റെ സെൻറ്റർ പോർഷൻ വരുന്ന ആ ഒരു ഭാഗം കണ്ടോ, അതിലിട്ടിരിക്കുന്ന കളേഴ്സ് കണ്ടോ. വേറെ ലെവല്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് കേട്ടോ ഈ ടൈം എന്ന് പറയുന്നത്. ഗൈസ്, ഇതിൻ്റെ സെൻറ്ററിലുള്ള ഈ പോർഷനില്ലേ, ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് 3 കളേഴ്സ് ഐ തിങ്ക്. നേവി ബ്ലൂ, പർപ്പിൾ ആൻഡ് വയലറ്റ്. നമ്മളുണ്ടല്ലോ ഇതിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ നല്ല കാറ്റും തണുപ്പും ഈ ലൈറ്റ്സിൻ്റെ ഭംഗിയും കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ വേറെ ഒരു ലെവലാണ് കേട്ടോ. നമ്മൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് പനമ്പള്ളി നഗറിലേക്കാണ് കേട്ടോ. അവിടെ നമ്മുടെ മുരുകൻ ചേട്ടൻ്റെ തട്ടുകടയുണ്ട്. ഈ ദോശക്കട വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് 7:30 ആണ്, 12 മണി വരെ ഉണ്ട്. നമ്മുടെ സാധാരണക്കാർക്കൊക്കെ നന്നായിട്ട് ആഹാരം കഴിച്ചിട്ട് പോകാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണ് ഇത്. വന്നിട്ട് മറ്റേ പ്രിറ്റി ഫേസിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ പനമ്പള്ളി നഗർ. മലയാള മനോരമയുടെ അടുത്ത് തന്നെയാണ് വരുന്നത്. അവിടെ എല്ലാ തരത്തിലുള്ള ദോശകളും കിട്ടും. പൊടി ദോശയും നെയ് ദോശയും പിന്നെ മസാല ദോശയും അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ നോർമൽ തട്ടുദോശ മുതൽ എല്ലാ സാധനവും ഈ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ചേച്ചിയാണ് അപ്പുറം ഇരുന്ന് എല്ലാം എടുത്തു കൊടുക്കുന്നത്. പ്ലേറ്റിൻ്റെ അകത്ത് ഇല വെച്ചിട്ടാണ് കേട്ടോ, വാഴയിലയിലാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഭയങ്കര ഫാസ്റ്റായിട്ട് പലതരത്തിലുള്ള ദോശകൾ ചേട്ടൻ നിമിഷ നേരം കൊണ്ട്. പിന്നെ ഓംലെറ്റ് ഉണ്ട്, ബുൾസൈ ഉണ്ട്, ചില ദിവസങ്ങളിൽ ഉഴുന്നുവടയും പരിപ്പുവടയും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് പോന്നു. എന്നെക്കൊണ്ടാകാവുന്ന പോലെ ഞാൻ 2 വീലറിലിരുന്നിട്ടാണെങ്കിലും വീഡിയോസൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 2 സൈഡിലും കുറേ ലൈറ്റ്സ് പനമ്പള്ളി നഗർ ആ മെയിൻ അവന്യൂ ആണ് കേട്ടോ കാണിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് വരുന്ന വഴി നമ്മുടെ കൈരളി അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഫ്രണ്ടിൽ ഞാനൊന്ന് ചവിട്ടാൻ പറഞ്ഞു. അവിടെ നല്ലൊരു മരത്തിൽ നന്നായിട്ട് മറ്റേ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ജസ്റ്റ് ആ ലൈറ്റ്സിൻ്റെ മാത്രം ഒരു ചെറിയൊരു വീഡിയോ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നൈറ്റ് ഡ്രൈവ് ഒക്കെ പോയിട്ട് വീട്ടിൽ വന്നിരിക്കും. ഇപ്പോൾ 10:30 മണിയായി. വന്ന വഴിക്ക് ഞങ്ങൾ തട്ടുദോശ കടയിൽ കയറിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അവിടെ നിന്ന് വാങ്ങിച്ചതേ നോക്ക്, നല്ല നാടൻ തട്ടുദോശ. അത് നല്ല നെയ്ക്കകത്ത് മൊരിച്ചെടുത്തതാണ് കേട്ടോ. നല്ല നെയ്യിൽ മൊരിച്ച ദോശ. അതിൻ്റെ സൈഡ് ഡിഷ് ആയിട്ടുള്ളത് നല്ല തക്കാളി ചട്നി, സാമ്പാർ,
പിന്നെ വൈറ്റ് ചട്നി ഉണ്ട്, പിന്നെ ഞങ്ങളൊരു 3 ഓംലെറ്റ് വാങ്ങിച്ചു. അതുകൂടാതെ നൈറ്റ് ഫ്രൂട്ടായിട്ട് കഴിക്കാൻ ഫ്രൂട്ട്സ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഇന്ന് ഓറഞ്ചും ഡ്രാഗൺ ഫ്രൂട്ടുമാണ് കിട്ടിയത്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് മോൾക്കുള്ളതാണ്. അമലു മാത്രമേ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാറുള്ളൂ, ഞങ്ങൾ കഴിക്കാറില്ല. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അമലുവിന് എന്താ ഒഴിക്കേണ്ടത്? എനിക്ക് ടൊമാറ്റോ ചട്നിയും പിന്നെ സാമ്പാറും ഇഷ്ടം. എനിക്ക് വെള്ള ചട്നി ഇഷ്ടമല്ല ഗൈസ്. അങ്ങനെ നമ്മൾ രണ്ടോടെ മിക്സ് ചെയ്ത് കഴിക്കണോ അതോ സെപ്പറേറ്റ് ടേസ്റ്റ് ചെയ്യണോ? ഏതാ വേണ്ടത്? സെപ്പറേറ്റ്. ഗൈസ്, അങ്ങനെ നമ്മൾ സാമ്പാറും ചമ്മന്തി മുക്കി അമലുവിന് കൊടുക്കുവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. ചില ദിവസം ഉണ്ടല്ലോ അമലുവിന് ഞാൻ വാരി കൊടുക്കണം. എന്താണെന്നറിയോ, അമലു ഇപ്പോഴും പറയുന്നതെന്നറിയോ, എൻ്റെ അമ്മ എനിക്ക് ഇത്രയും വയസ്സായിട്ടും വാരി തരും, അതുകൊണ്ട് എന്തുകൊണ്ട് അമ്മ എനിക്ക് തരുന്നില്ല എന്ന്. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ ഗൈസ്? കുട്ടികൾ ഇങ്ങനെ വാരി കൊടുക്കണം എന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ടോ? പക്ഷെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, കാരണം എൻ്റെ അമ്മ എനിക്ക് ഇപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചോറും എല്ലാ സാധനം വാരി തരാറുണ്ട്. അതേപോലെ തന്നെ ഉണ്ടല്ലോ ഗൈസ്, ഇത്രയും അഫോർഡബിൾ റേറ്റിൽ വേറെ എനിക്ക് തോന്നുന്നില്ല പനമ്പള്ളിനാറിൽ വേറെ എവിടെയും നമുക്ക് ഒരു ഡിന്നർ കഴിക്കാൻ പറ്റുമെന്നുള്ളത്. അങ്ങനെ ഇപ്പം നമ്മൾ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 7 ദോശയും 4 ഓംലെറ്റും എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് 130 റുപ്പീസേ ആയുള്ളൂ. ഇതേപോലെ വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമ്മളത് പോയി ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്ക് വേറെ സ്പോട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ആണെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കാൻ മറക്കരുത്. എന്നാലേ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. ബൈ ഗൈസ്.